ഗൂഗിൾ അവരുടെ പുതിയ AI മോഡൽ ലോഞ്ച് ചെയ്തു, ഗൂഗിൾ ഒമിനി. മുമ്പ് നമ്മൾ ജെമിനിയിൽ നാനോ ബനാന യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമായിരുന്നല്ലോ. അതേപോലെ തന്നെ ഇനി നമുക്ക് വീഡിയോസും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഫേസ് അതേപോലെ അക്യുറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഒരു അവതാർ ജെമിനിയിൽ ക്രിയേറ്റ് ചെയ്യണം. അവതാർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഫോണിൽ നിന്ന് തന്നെ ആ ഒരു പ്രോസസ്സിംഗ് ചെയ്ത് കാണിച്ചു തരാം. കാരണം കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേരെ ജെമിനി ആപ്പ് ഓപ്പൺ ആക്കുക. ജെമിനി ആപ്പ് ഓപ്പൺ ആയി കഴിയുന്ന ഉടനെ ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. പ്ലസ് ഐക്കണിൽ ഇവിടെ കുറേ പുതിയ ഓപ്ഷൻസ് ആഡ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സൈഡിലായിട്ടുള്ള അവതാർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവതാറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആവും. ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയി കുറച്ച് പെർമിഷൻസ് ഒക്കെ ആദ്യം ചോദിക്കും. അത് നിങ്ങൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ട് ക്യാമറയിൽ കുറേ നമ്പേഴ്സ് ഇങ്ങനെ തെളിഞ്ഞു വരും. ആ നമ്പേഴ്സ് നമ്മൾ പറയണം. ആ നമ്പേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മുടെ ഫേസ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിക്കാനായിട്ടുള്ളത് ഈ ക്യാമറയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കാണിക്കുമ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് അങ്ങോട്ടും തിരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കഴിയുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബാക്ക് ചെയ്ത് ജെമിനിയിലോട്ട് പൊക്കോളാൻ ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. തിരിച്ച് നമ്മൾ ജെമിനിയിൽ വരിക. ജെമിനിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം നമുക്ക് 10 സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ ജെമിനി ഓപ്പൺ ആക്കി അതിനുശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ചധികം ടെംപ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ അവതാർ ഇവിടേക്ക് കൊണ്ടുവരണം. അതായത് നമ്മുടെ ഫേസ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കണം. അതിനായിട്ട് ജസ്റ്റ് @ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു അവതാർ ഇവിടെ കാണിക്കും. ഞാൻ ക്രിയേറ്റ് ചെയ്ത അവതാറാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു പേരിലാണ് അവതാർ വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് ഇമെയിൽ ID യൂസ് ചെയ്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഇമെയിൽ ഐഡിയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിരിക്കും അവതാറിന്റെ പേരായിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം എൻ്റെ അവതാർ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമുക്കൊരു പ്രോംപ്റ്റ് വേണം. ഞാൻ പ്രോംപ്റ്റ് ഇവിടെ ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ എഴുതി കൊടുത്ത കാര്യം. പ്രോംപ്റ്റിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഈ കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. പ്രോംപ്റ്റ് ആയി. ഞാനിവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റ് കോപ്പി ചെയ്യുകയാണ്. ഈ പ്രോംപ്റ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നത് വാക്കിംഗ് ഇൻ ദുബായ് ഇൻ ഫ്രണ്ട് ഓഫ് ബുർജ് ഖലീഫ ഡ്യൂറിംഗ് ഗോൾഡൻ അവർ വിയറിംഗ് സ്റ്റൈലിഷ് ഗ്രീൻ ടീഷർട്ട്, വൈറ്റ് ജീൻസ്, വൈറ്റ് ജാക്കറ്റ് ആൻഡ് ക്ലീൻ വൈറ്റ് ഷൂസ്, പിന്നെ സിനിമാറ്റിക് വ്ലോഗ് സ്റ്റൈല്, നാച്ചുറൽ ലൈറ്റിങ്, അൾട്രാ റിയലിസ്റ്റിക് 4K ക്വാളിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്മൂത്ത് വാക്കിംഗ് മോഷൻ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരക്ടർ സേസ് ഇൻ ചിയർഫുൾ മലയാളം നോട്ട് ടോൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കണം. നമുക്ക് എന്താണോ നമ്മുടെ ആ ഒരു അവതാരനെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് അത് നമ്മൾ കൊടുക്കണം. അത് ഏത് ലാംഗ്വേജിലാണ് വേണ്ടതെന്നും കൊടുക്കണം. ഞാനിവിടെ മലയാളം കൊടുത്തു. ദുബായിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഹായ് തന്നെ, ഞാനിവിടെ ഉണ്ട്. സോറി ഞാനല്ല, എൻ്റെ അവതാർ. അങ്ങനെ ആ ഒരു കാര്യം, അതായത് ആ ഒരു അവതാർ എന്താണോ പറയേണ്ടത് അത് ഞാനിവിടെ പ്രോപ്പറായിട്ട് കൊടുത്തു. ജസ്റ്റ് ഇതിനി ഇവിടുന്ന് കോപ്പി ചെയ്ത് നേരെ നമ്മുടെ ജെമിനിയിലേക്ക് വരുന്നു. അതിനുശേഷം അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ഫ്ലാഷ് ആണ് സെലക്ട് ആയിരിക്കുന്നത്. ഞാൻ ഫ്ലാഷ് തന്നെ വെക്കുന്നു. അതിനുശേഷം എക്സെപ്റ്റ് റേഷ്യോ നോക്കണം. പോർട്രേറ്റ് വേണോ അതോ ലാൻഡ്സ്കേപ്പ് വേണോ നോക്കണം. ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് തന്നെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതാ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കും, അനലൈസ് ചെയ്യും നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ്. അതിനുശേഷം വീഡിയോ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ദുബായിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഞാനിവിടെ ഉണ്ട്. സോറി ഞാനല്ല, എൻ്റെ അവതാർ. ഇതുപോലെ വീഡിയോ ഫ്രീ ആയി ക്രിയേറ്റ് ചെയ്യണോ? എങ്കിൽ ആദ്യം ലൈക്ക് അടിച്ച് കമന്റ് ഇടൂ. ഈ രീതിയിൽ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ദിവസം നമുക്ക് മാക്സിമം 3 വീഡിയോസ് ആണ് ഫ്രീ ആയിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോ വേർഷൻ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അവതാർ കൊടുക്കുന്ന സമയത്ത് അവതാർ നമ്മുടെ ക്യാമറ പ്രോപ്പറായിട്ട് പിടിച്ച് അതേപോലെ തന്നെ നല്ല ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ അവതാർ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഈ അവതാർ വെച്ചിട്ടാണ് നമ്മൾ മറ്റ് വീഡിയോകൾ അതിൻ്റെ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവതാർ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. എന്നെങ്കിലേ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ ലാപ്ടോപ്പിൽ ഇത് ചെയ്തു. ഇനി നമുക്ക് ഫോണിൽ ജെമിനി ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അവിടെ നമുക്ക് സ്വന്തം പ്രോംപ്റ്റ് കൊടുക്കണ്ട, ഇതിലുള്ള ടെംപ്ലേറ്റ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ ജെമിനി ആപ്പ് ഓപ്പൺ ആക്കി അതിനുശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു, വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം @ കൊടുത്തുകൊണ്ട് നമ്മളുടെ അവതാറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഏത്
ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആ ഒരു ടെംപ്ലേറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഈ ആദ്യം കാണുന്ന ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എസ്പെക്ട് റേഷ്യോ ഞാൻ കൊടുക്കുന്നത് പോർട്രേറ്റ് തന്നെ സെലക്ട് ചെയ്യാം. പോർട്രേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യമേ ഉള്ളൂ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം വീഡിയോ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇപ്പം ക്രിയേറ്റ് ചെയ്ത വീഡിയോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിലും കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രോംപ്റ്റ് കുറച്ചുകൂടെ നമ്മൾ ബെറ്റർ ആയി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ടെംപ്ലേറ്റ് ഓൾറെഡി നല്ലൊരു പ്രോംപ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ ഫേസ്, എൻ്റെ ഫേസ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഫേസ് അതിലേക്ക് ആഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളുടെ അവതാർ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ദുബായിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോകാൻ പറ്റും, ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം യൂട്യൂബുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളാണ് നമ്മൾ എന്നും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും തുടർന്നുള്ള ദിവസം റിലേറ്റഡ് കണ്ടന്റുകൾ, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത്, കമന്റ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.